ഇപ്പം ഓണകാലമൊക്കെയാണ്. പല ടൈപ്പിലുള്ളതായ ചിപ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിവിടെ കുറേ കപ്പകളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം കപ്പ ചിപ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. അവർക്കൊക്കെ എന്താണ് ഏത്തക്ക ചിപ്സും ചക്ക ചിപ്സും ഒക്കെയാണ് അറിയുന്നത്. അപ്പം പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ചീനി വെച്ചിട്ട് നല്ല ചിപ്സ് ഉണ്ടാക്കി വെക്കുമായിരുന്നു. അപ്പോൾ നമ്മളത് മഴയത്തും തണുപ്പ് കാലത്തും ഒക്കെ വറുത്ത് കഴിക്കാറുണ്ട്, ഓണത്തിന് വറുത്ത് കഴിക്കാറുണ്ട്. അപ്പം ജൈവ രീതിയിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായ നമ്മുടെ കപ്പ കൊണ്ട് ചിപ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ് കേട്ടോ. ഓണത്തിനൊക്കെ വറുത്ത് കഴിക്കാൻ നമ്മുടെ ഉപ്പേരിയുടെ കൂടെയും പിന്നെന്താണ് ശർക്കര വരട്ടിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം. പറഞ്ഞു കണ്ടില്ലേ, നമ്മുടെ ചിപ്സ് നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് അരിഞ്ഞ് ഉണക്കിയിരിക്കുന്നതാണ്. നല്ല ചൂടായ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് നല്ല പൊള്ളി വരുന്നതായ നല്ല അടിപൊളി കപ്പ. അപ്പം നമ്മുടെ പറമ്പിലെ പല സ്ഥലങ്ങളിലായിട്ട് പല ടൈപ്പ് കപ്പകൾ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്താ, നമുക്ക് പറമ്പിലോട്ട് പോകാം. ഇവിടെ ഞാൻ പല ടൈപ്പിലുള്ളതായ കപ്പ നട്ടിട്ടുണ്ട്. എല്ലാം വെറൈറ്റി ആണല്ലോ നമുക്ക് ആവശ്യം. ഇതെന്ന് പറയുന്നത് ഷുഗർ ഫ്രീ കപ്പയാണ്, ഷുഗറുകാർക്കൊക്കെ കഴിക്കാവുന്ന കപ്പ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ കപ്പ നട്ടിരിക്കുന്നത്. അപ്പം അത് പറിക്കാൻ ആയിട്ടില്ല, 1 മാസം കൂടെ ഒക്കെ കഴിയും കേട്ടോ അത് പറിക്കാനായിട്ട്. അപ്പോൾ നല്ല അതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ നീളത്തിൽ 6-7 ഇലയൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ചീനിയിലക്കകത്ത് ഇത്ര ഇലയൊന്നും കാണാറില്ല അല്ലേ. ഇതങ്ങ് നന്നായിട്ട് ബുഷിയായിട്ട് ഇങ്ങനെ അങ്ങ് വളർന്നു വന്നോളൂ. ഇനി അടുത്ത കപ്പ നമുക്ക് കാണാം. ഇത് വേറൊരു ടൈപ്പ് കപ്പയാണ്. ഇത് പിന്നെ നല്ല രസമാണ് വേവിക്കാനും പുഴുങ്ങാനും എല്ലാം. നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. ഇതും ലൈറ്റ് റെഡാണ് അതിൻ്റെ ചീനിയുടെ തോല് കണ്ടോ. ഇതും ഞാൻ ഒരു ദിവസം പുഴുങ്ങാൻ വേണ്ടിയിട്ട് 1-2 ചീനി എടുത്തതായിരുന്നു. അത് എലിയൊന്നും മാന്തിയൊന്നും അല്ല കേട്ടോ. നല്ലൊരു കപ്പയാണ്. പുഴുങ്ങാനൊക്കെ നല്ല മുട്ട പുഴുങ്ങിയ മാതിരി ഇരിക്കും. ലൈറ്റ് കളറാണ് അതിൻ്റെ തണ്ടിന്. ഇത് നല്ലൊരു കപ്പയാണ്. ഇത് അടുത്ത ഒരു കപ്പയാണ്, ശിഖരം പൊട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല പിടുത്തമാണ് ചീനി. അതിൻ്റെ ചീനിയുടെ തോലിന് ചുവന്ന കളറാണ്. അപ്പം അങ്ങനെ കുറേ ശിഖരങ്ങളായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് പറിക്കാൻ പരുവായിട്ട് കിടക്കുന്ന കമ്പാണ് കേട്ടോ. ഒരു 9 മാസത്തോളം ആയ കമ്പാണിത്. ഒരു 6 മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പറിക്കാമെന്നാണ്. 6 മാസത്തിലൊന്നും നമ്മൾ പറിക്കാറില്ല. 9-10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളത് പറിക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ കമ്പ് ഈ വെച്ച സ്ഥലത്ത് വയ്ക്കുക. അതിന് ഇടയ്ക്ക് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ മിക്ക മാസങ്ങളിലും ഇങ്ങനെ ഇവിടെ കപ്പ കാണും, നടും. കാരണം എല്ലാ മാസവും നമുക്ക് കപ്പ കഴിക്കേണ്ടതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ടും നമ്മളെന്ത് ചെയ്യും, പറിക്കുമ്പോൾ ആ കമ്പുകൾ ഇങ്ങനെ നടാറുണ്ട് ഓരോ മാസവും. ഇതിപ്പം ഞാൻ ഷുഗർ കപ്പ കാണിച്ചത് 1 മാസത്തെ നട്ടതാണ്. ഇത് എല്ലാത്തിനേക്കാൾ മുമ്പേ നട്ട കമ്പയാണ് ഈ ശിഖരം പൊട്ടി എന്ന് പറയുന്നത്. അപ്പം ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 3-4 മാസത്തോളമായി കാണും ഈ കപ്പ വെച്ചിട്ട്. ഇതാണ് അടുത്തൊരു കപ്പ. അതിൻ്റെ കമ്പ് കറുപ്പാണ്, സാധാരണ കമ്പ് മാതിരി. പക്ഷെ നല്ല ചീനി, നല്ല വേവിക്കാൻ നല്ല സുഖമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് വേവുകയും ചെയ്യാം. തീ കണ്ടാൽ മതി, ഉടനെ വെന്തോളും. അങ്ങനെയുള്ളൊരു കമ്പാണ്. നല്ല പിടുത്തമാണ് ഈ കമ്പ് കേട്ടോ. ഇത് നമ്മുടെ കാറ്റത്തൊക്കെ മറിഞ്ഞ് കിടക്കുന്ന കമ്പാണ്. ഇപ്പം ചീനിയൊക്കെ മണ്ണിനടുക്കിയിരിക്കുന്നത് കൊണ്ട് അതിനൊന്നും എടുത്തിട്ടില്ല. കുറേയൊക്കെ നമ്മൾ പറിച്ചു. ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ കപ്പയാണ് കണ്ടോ. കാറ്റത്ത് കുറേ പോയായിരുന്നല്ലോ. കാറ്റത്ത് ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കാറ്റത്ത് വീണ് പോയ വീഡിയോ ഒക്കെ. കുറച്ചൊക്കെ നമ്മൾ പറിച്ചു. കമ്പൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാനെല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെക്കണം. അങ്ങനെ മിക്ക മാസങ്ങളിലും നമ്മളിവിടെ കപ്പ നടാറുണ്ട്. ഉണ്ടല്ലോ, എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞക്കപ്പ നട്ടിട്ടുണ്ട്. അത് അപ്പുറത്തെ വീട്ടിൻ്റെ പടിഞ്ഞാറേ സൈഡിലാണ് നട്ടിരിക്കുന്നത്. അപ്പം അത് ഇച്ചിരി ദൂരെയാണ് നിൽക്കുന്നത്. അത് നല്ല നമ്മൾ വേവിക്കുമ്പം മഞ്ഞയായിട്ടിരിക്കും. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നെയാണ്. വിളവെടുക്കാറായിട്ടില്ല, നട്ടേക്കുന്നതേ ഉള്ളൂ അത്. അപ്പം കപ്പയോടൊക്കെ താല്പര്യമുള്ളവർ, എല്ലാവർക്കും താല്പര്യമാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഇറച്ചിയും കപ്പയും അതേപോലെ തന്നെ കപ്പയും മീനും അല്ലേ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു 10 മൂട് കപ്പയെങ്കിലും നമ്മൾ ഇങ്ങനെ നടാമെന്നുണ്ടെങ്കിൽ, പറമ്പൊക്കെ ഉണ്ടെങ്കിൽ, ചാക്കിനകത്ത് നടന്നവരൊക്കെ ഉണ്ട്, നടാമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പറമ്പിൽ ഇങ്ങനെ കപ്പയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ കൊതിക്കും. അത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും, കഴിക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും 10 മൂട് കപ്പയൊക്കെ നടുക. അതുപോലെ ചീനി ചിപ്സൊക്കെ ഉണ്ടാക്കുക. ചീനി ഉണക്കി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക്
സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.